ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിവാ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സൽവാർ മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും എല്ലാം തന്നെ മിക്സ്ഡ് ആണ് കേട്ടോ. ഇതിനകത്താണെങ്കിൽ ഗ്ലിറ്റർ സിൽക്ക് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സെമി സിൽക്ക്, ജൂട്ട് സിൽക്ക്, കുറേ ഐറ്റംസിന്റെ ഒരു മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് ബഡ്ജറ്റ് ബൈ ആയ ഐറ്റംസും ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. ആദ്യം കാണിക്കുന്ന ഒരു സെമി ജൂട്ട് സിൽക്കിൽ, ഇത് പ്യുവർ ജൂട്ട് അല്ല, പ്യുവർ ജൂട്ട് സിൽക്ക് അല്ല, സെമി ആണ് കേട്ടോ. ഒരു ജൂട്ട് സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതായത് ഇതിന്റെ യോക്കേരി, ഇത് മെറൂൺ കളറാണ് ഇതിന്റെ ആക്ച്വൽ ഫുൾ ബോഡി വരുന്നത്. ഇതിന്റെ യോക്കേരിയിൽ വരുന്ന ഒരു പീ ഗ്രീൻ കളറിലെ ത്രെഡ് കൊണ്ടുള്ള ഫുള്ളായിട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് പീ ഗ്രീൻ കളർ, നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഈ ഒരു കോമ്പിനേഷനാണ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമ്മൾ ഇടുമ്പോഴേക്കും ഇതിന്റെ റേറ്റ് വരുന്നത് 960 ആണ്. ഇപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു 1500 അബോവ് റേറ്റ്, വിലമതിപ്പ് തോന്നുന്ന രീതിയിലാണ് ഇതിലെ ഓവറോൾ വർക്കും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത്. ഈ മെറൂൺ കളറിലെ തന്നെ ത്രെഡ് ആണ് ഇവിടെ, ആ ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് ഫുൾ ബോഡിയിൽ വരുന്നത്. പിന്നെ ദുപ്പട്ടയുടെ രണ്ട് സൈഡിലും ടെസൽസ് വന്നിട്ടുണ്ട്. ഇത് സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. ഇതാ ബോട്ടം വരുന്നത് സെമി സിൽക്ക്, അതായത് ടോപ്പും ദുപ്പട്ടയും വരുന്നത് സെയിം കളർ ആയിരിക്കും കേട്ടോ. ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലാണ്. ഡാർക്ക് ബ്ലൂയിൽ വന്നിട്ട് ഇതിന്റെ കൂട്ടത്തിൽ ഒരു ലൈറ്റ് ടെർക്യൂസ് കളറിന്റെ കോമ്പിനേഷൻ ആണ് വരുന്നത്. എല്ലാം തന്നെ ഇത് ഈ ഒരു പാറ്റേണിൽ വരുന്ന എല്ലാം തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ബ്രൈറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. നല്ല രസമാണ് കാണാൻ. ഇത് കണ്ടോ, നല്ല വിഴുത്തൊക്കെയുള്ള നല്ല ദുപ്പട്ട. 2 സൈഡിലാണെങ്കിലും നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ, ഈവൻ ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിലും ഇട്ടാൽ നല്ല ഭംഗി തോന്നുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് 960 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇതൊരു ഗ്രേ ഷെയ്ഡാണ്. ഗ്രേ വിത്ത് മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ എപ്പോഴും വീഡിയോയിൽ കാണുന്ന ഐറ്റംസിന് ചെറിയൊരു കളർ വേരിയൻസ് ആക്ച്വൽ കളറിന് ചിലതിനുണ്ടാവും. കാരണം അത് നമ്മൾ എത്ര കറക്റ്റ് ആയിട്ട് എടുത്താലും ചില കളേഴ്സിന് ചെറിയൊരു വേരിയൻസ് വരാറുണ്ട്. ഓവറോൾ ലുക്ക് ഈ രീതിയിലാണ് കേട്ടോ. ഇവരാ 960 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ശരിക്കും ഒരു വീറ്റ് കളറാണ്. വീറ്റിന്റെ കളറിലാണ് വരുന്നത്. ഒരു ടാനോ വീറ്റ് കളർ എന്നൊക്കെ പറയാം. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ വരുന്നത് മെറൂൺ ആണ്. ഇന്നത്തെ കുറേ കളക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് ഒന്നിച്ച് വെച്ചിട്ട് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ബോഡി ഫുള്ളായിട്ട് വരുന്ന പീ ഗ്രീൻ കളറിൽ വന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ പീച്ച് കോമ്പിനേഷൻ ആണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എല്ലാ കളേഴ്സും തന്നെ എനിക്ക് ഇതിലെ എല്ലാ കളേഴ്സും ഭയങ്കര ഇഷ്ടമായി. കാരണം എല്ലാം തന്നെ കുറച്ച് വെറൈറ്റി ടോണിലാണ് ആ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ വൺ സൈഡൊക്കെ ഇട്ടാൽ നല്ല ഹെവിയാണ് കാണാനായിട്ട്. സെമി സിൽക്ക് ഫാബ്രിക്കിലെ ബോട്ടം ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഇത് വരുന്നത് ഒരു ഗ്ലിറ്റർ സിൽക്ക് ഫാബ്രിക്കിൽ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. നല്ല ഇത് ശരിക്കും കാണുന്ന സമയത്ത് നമുക്കൊരു സെമി ജൂട്ട് സിൽക്കിനോടുള്ള ഒരു കോമ്പിനേഷൻ തോന്നും. ഇത് വാഷ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ കംപ്ലീറ്റ് ഒന്നും വരുന്ന ഫാബ്രിക് അല്ല. നല്ല കട്ടിയാണ്, നല്ല ക്ലോത്ത് നല്ല കട്ടിയിലാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത്, ഇതിന്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്ന ഈ യോക്കേരിയയിൽ വരുന്ന ഈ ഹെവി ആയിട്ട് വരുന്ന ആ ഒരു ബുള്ളി നോട്ട്സിന്റെ ഫ്ലവേഴ്സും ഫ്രഞ്ച് നോട്ട്സും അതിന്റെ കൂട്ടത്തിലും ഈ ഒരു ഫുൾ ബോഡിയിൽ ആ ഒരു എന്താ പറയാ സ്ലബ് സിൽക്കിനോടൊക്കെ നമുക്ക് ആ ത്രെഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു ക്ലോത്തില്. അതും ഒരു രണ്ട് ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ത്രെഡ്സിന്റെ കോമ്പിനേഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ഹാഷ് കളറിൽ നല്ല രസമാണ് കാണാൻ. ഇത് രണ്ട് സൈഡിലും നല്ല ഫിനിഷിങ്ങിൽ നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നു. രണ്ട് സൈഡിലും ആണെങ്കിലും ക്രോഷോ ലേസ് കൊണ്ടുള്ള ഒരു ഡിസൈൻ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഫുൾ ബോഡിയിലും വർക്ക് വരുന്നുണ്ട്. 1700 ആണ് ഇതിന്റെ ബോട്ടം വരുന്നത് സെമി സിൽക്കില്.
അടുത്തത് വരുന്ന ഒരു ഇതിന്റെ തന്നെ സെയിം തന്നെ ഒരു ഫോറസ്റ്റ് ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പാർട്ടി വെയർ ശരിക്കും ഒരു പാർട്ടി വെയർ ഐറ്റം തന്നെയാണ്, പക്ഷെ വാഷബിൾ ആണ്. വാഷബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് എന്താ പറയുന്നത് റെഗുലർ ഓഫീസ് ഗോയിങ്ങിനൊക്കെ ആണെങ്കിലും യൂസ് ചെയ്യാം. ഒരു ഓഫീസിലൊക്കെ ഫംഗ്ഷൻസിനൊക്കെ ആണെങ്കിൽ ഇട്ടാലും നല്ല ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫാബ്രിക് ആണിത്. അടുത്തത് വരുന്നത് നെക്കോട്ട ഫാബ്രിക്കില് ഫുള്ളായിട്ട് ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ ബ്ലോക്ക് പ്രിന്റ് വരുന്നുണ്ട്. ഇതിന്റെ വേണമെങ്കിൽ നമുക്ക് താഴെ ഈ രീതിയിൽ തയ്ക്കാം, ഇല്ല യോക്ക് തിരിച്ചു വേണമെങ്കിലും തയ്ക്കാം കേട്ടോ. രണ്ട് രീതിയിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇതൊരു റെഡ്, ഒരു ട്രൂ റെഡ് വിത്ത് ഒരു ബ്ലൂ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ നേരത്തെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ഐറ്റമാണിത്. ബ്ലോക്ക് പ്രിന്റ് ഈ ബാക്കിൽ നോക്കിയിട്ടുണ്ടെങ്കിലും അതിലും ശരിക്കും നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ ഇതിലും ഒരു ബ്ലോക്ക് പ്രിന്റ് പോകുന്നുണ്ട് ഫുള്ളായിട്ട്. ഇതിലാണെങ്കിലും ഇത്രയും വർക്ക് വന്നിട്ട് ഇത് ഫുള്ളായിട്ട് വാട്ടർ കളറിലുള്ള സീക്വൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഫുള്ള് ത്രെഡ് വർക്ക് ചെയ്തതിന് ശേഷം അത് മാത്രമല്ല അതിനകത്തും ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട്. അപ്പം നമുക്ക് കാണാനാണെങ്കിലും നല്ല ഭംഗിയാണ്, ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ആയിരിക്കും. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്ന ഈ രീതിയിൽ. ബോട്ടം വരുന്നത് നേവി ബ്ലൂ കളർ കേട്ടോ, സെമി സിൽക്ക് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1650 ആണ്. അടുത്തത് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കില് ഫുൾ ബോഡി പ്രിന്റ് വരുന്ന, ഫുൾ ബോഡിയിൽ ഫ്രണ്ട് ആൻഡ് ബാക്കിൽ ഫുൾ പ്രിന്റ് വരുന്ന ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിലുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല ഭംഗിയാണ് കാണാൻ. സീഫോം കളറിലാണ് വന്നിരിക്കുന്നത്. യോക്കിയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രഞ്ച് നോട്ട്സ് ഉണ്ട്, ഫ്ലവർ ഡിസൈൻ വന്നിട്ടുണ്ട്, കട്ട് ബീഡ്സ് ഒക്കെ വെച്ച് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. അത് നല്ല ലെങ്ത് ആയിട്ട് തയ്ക്കാം. 2.5 മീറ്ററിന് നമുക്ക് ശരിക്കും നല്ല ലെങ്ത്തിൽ തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണിത്. ഇതിന്റെ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ലിനൻ ഫാബ്രിക്കിലാണ്. ഡബിൾ ഡേ കൺസെപ്റ്റിലാണ് വരുന്നത്. ലിനൻ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിലാണെങ്കിലും ഈ ഒരു മെറ്റീരിയലിൽ ഫുള്ളായിട്ട് സെൽഫ് പ്രിന്റ് വന്നിട്ടുണ്ട്. രണ്ട് സൈഡിലും ടെസൽസ് ഗോൾഡൻ കളറിലെ ബോർഡറും പോകുന്നുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1350. ഇതിന്റെ ബോട്ടം വരുന്നത് നേവി ബ്ലൂ കളറിൽ സെമി സിൽക്ക് ഫാബ്രിക്കിലാണ്. അടുത്തത് വരുന്നത് ഇതൊരു സെമി ടസർ ഫാബ്രിക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ ബോട്ടത്തിന്റെ കളർ ഇതാണ് കേട്ടോ, ഒരു പിങ്ക് ഷെയ്ഡ്, ഒരു ഓനിയൻ പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്. PV കോട്ടൺ ആണ് ബോട്ടം വരുന്നത്. 1199 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ശരിക്കും ഒരു അവക്കാഡോ ഗ്രീൻ കളറിൽ വന്നിട്ട് മിഡിൽ ഒരു ക്രോഷ്യോ ലേസിന്റെ വർക്കും, അതുപോലെ ഇതിലൊരു ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സും, അതുപോലെ അവക്കാഡോ ഗ്രീൻ കളറിലെ ഷുഗർ ബീഡ്സ്, അതിന്റെ മിഡിലായിട്ട് ഒരു പേളിന്റെ വർക്കും വരുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ട വരുന്നത് ഓർഗൻസ ഫാബ്രിക്കിലാണ്. അത് നല്ല ഭംഗിയാണ് കാണാൻ, നല്ല ഹെവി ആയിട്ടാണ് ആ ഒരു വർക്ക് വന്നിരിക്കുന്നത്. അടുത്ത ഐറ്റം വരുന്നത് നെക്കോട്ട ഫാബ്രിക്കിൽ ആരി വർക്ക് ചെയ്തതാണ്. ഇത് നമുക്ക് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഹെം ഏരിയയിൽ ആ ഒരു വർക്ക് വരുന്ന രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ടോപ്പ് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം, ഇല്ല തിരിച്ചു വേണമെങ്കിൽ തിരിച്ചും ചെയ്യാം. ഈ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതിന്റെ ഫുൾ ബോഡി കവർ ചെയ്യുന്ന രീതി, ഇതിലെ ഫുൾ ദുപ്പട്ട വരുന്നത് സെയിം ഫാബ്രിക്കിൽ തന്നെയാണ്. അതിന്റെ രണ്ട് സൈഡിലും നല്ല ഹെവി ആയിട്ട് ഈ രീതിയിലുള്ള ആരി വർക്കിന്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 4 സൈഡിലും ഫിനിഷിങ് കൊടുത്തിട്ടും വർക്ക് വന്നിട്ടുണ്ട്. ഇതിന്റെ മിഡിലാണെങ്കിൽ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1450. സോറി 1440 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ബോട്ടം വരുന്നത് ഈ സെയിം ടോൺ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ കാണുന്ന എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള ആ ത്രെഡിന്റെ അതേ കളറിലാണ് വന്നിരിക്കുന്നത്. അടുത്ത ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന നെക്കോട്ട ഫാബ്രിക്കിന്റെ ഡിസൈൻ ആണ്. ചെറിയ ഡിസൈൻ ഡിഫറൻസസ് ഉണ്ട് കേട്ടോ. ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപോലെ തോന്നുന്നുണ്ടെങ്കിലും ചെറിയ ദുപ്പട്ടയിലാണെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയലാണെങ്കിലും ഡിസൈനിന്റെ ഡിഫറൻസ് വരുന്നുണ്ട്. നേരത്തെ കണ്ട വർക്കല്ല ഇതിൽ വരുന്നത്, കണ്ടില്ലേ? ഇതിലാണെങ്കിൽ 2 സൈഡിലും വർക്ക് വരുന്നു, അതുപോലെ ഈ ഒരു 2 സൈഡിലും ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നതും സെയിം തന്നെ 1440 ആണ്.
ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെയിം ടോണിലുള്ള ത്രെഡും അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിൽ ത്രെഡും ഉണ്ട്. അതിന്റെ ആ ഒരു കളറിലാണ് ശരിക്കും ചെയ്തിരിക്കുന്നത്, അക്വ കളറിൽ കേട്ടോ. അടുത്തത് വരുന്ന ഒരു ആഷ് ഷെയ്ഡ്, ആഷ് വിത്ത് പീച്ച് കോമ്പിനേഷനിൽ. ഇത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈനോട് സിമിലാരിറ്റി വരുന്നുണ്ട്. സോറി, രണ്ടാമത് കാണിച്ച ഡിസൈനോട് കണ്ടില്ലേ, അടിയിലാണെങ്കിൽ തിക്കായിട്ട് വർക്ക് വരുന്നു, മിഡിൽ പോർഷനിലും നല്ല വർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിപ്പം ഒതുങ്ങി കിടക്കും കേട്ടോ. ദുപ്പട്ട ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ തന്നെ വരും. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. പീച്ചാണ് ഇതിന്റെ, പീച്ച് കളറിലെ ബോട്ടമാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് വരുന്ന ഒരു ബിസ്ക്കറ്റ് കളർ, ബിസ്ക്കറ്റ് കളറിലെ ദുപ്പട്ടയും വിത്ത് പീച്ച് കളറിലെ ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് കളറിലെ ബോട്ടമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ഗ്ലിറ്റർ സിൽക്കിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1490. ഇതിന്റെ ആണെങ്കിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മിഡിൽ നിന്ന് കണ്ടില്ലേ, ബുള്ളി നോട്ട്സിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് റണ്ണിങ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സെമി സിൽക്ക് ഫാബ്രിക്കിൽ, ഒരു സോഫ്റ്റ് സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ്. ഇതിന്റെ ഈ ഒരു പോർഷൻ അധികം സിമ്പിൾ വർക്ക് വന്നിട്ട് ഇവിടെ നല്ല തിക്കായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ രീതിയിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഈ രീതിയിൽ യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡബിൾ സൈഡിലും യൂസ് ചെയ്യാവുന്ന ഒരു ദുപ്പട്ടയാണ്. സെമി സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത്. 1490 ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള മെറ്റീരിയൽ ആണ്. ഇത് കോട്ടൺ ഫാബ്രിക്കിൽ ബട്ടിക് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. 860 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഡാർക്ക് ഒരു ചൈനീസ് റെഡ് കളറിലാണ് ഇത് വരുന്നത്. ഇതിന്റെ ബാക്കിലാണെങ്കിൽ കണ്ടില്ലേ, ബാക്കിൽ ഈ രീതിയിൽ ഡിസൈൻ വരുന്നുണ്ട്. ബാക്കിൽ ലൈക്ക് ഹെം ഏരിയയിലും ഒരു ഡിസൈൻ വരുന്നുണ്ട്. സോറി, ഹെം ഏരിയയിൽ ഡിസൈൻ വരുന്നില്ല, ഇത് ജസ്റ്റ് ബാക്കിൽ മാത്രം ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ ഫ്രണ്ടിലെ ഫുൾ ബോഡിയിൽ ഈ പ്രിന്റും അതിനുശേഷം ഹെം ഏരിയയിൽ വരുമ്പോഴേക്കും ഈ രീതിയിലാണ് കേട്ടോ പ്രിന്റ് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഇത് കോട്ടൺ ആണ്, പ്യുവർ കോട്ടണിലാണ് വരുന്നത്. ദുപ്പട്ട എന്ന് പറയുന്നതും സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ ഡൈ കൺസെപ്റ്റിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. പ്രത്യേകിച്ച് ക്ലൈമറ്റിന് നല്ല സ്യൂട്ടബിൾ ആണ്. അത് മാത്രമല്ല ഇടാനാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. 60 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്, ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് കളറിലാണ് വരുന്നത്. ഇതിന്റെ ഇതാ കണ്ടില്ല, ഇതിന്റെ ഓവറോൾ ലുക്ക്. ബാക്കിൽ നേരത്തെ പോലെ തന്നെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട, ബോട്ടം വരുന്നത് മെറൂൺ കളറാണ്. ഇതിന്റെ ബോട്ടത്തിന്റെ രണ്ട് സൈഡിലും, രണ്ട് ലെഗും വരുന്ന സൈഡിലും ഡിസൈൻ വരുന്നുണ്ട്. നേരത്തേലും ഡിസൈൻ ഉണ്ടായിരുന്നു, ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇതിന്റെ ടോപ്പ് വരുന്നത് ഈ രീതിയിലാണ് കേട്ടോ. ഇത് കോട്ടൺ ഫാബ്രിക്കിൽ ഫുൾ സെൽഫ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഫുള്ള് സെൽഫ് പ്രിന്റ്. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, ഇല്ല ഇങ്ങനെ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. നല്ല വിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. രണ്ട് സൈഡിലും ബോർഡർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ ദുപ്പട്ട വരുന്നത് ലിനൻ ഫാബ്രിക്കിലാണ്, ലിനൻ കോട്ടൺ ആണ്. ലിനൻ ഫാബ്രിക്കില് ടെസൽസ് ഒക്കെ കൊടുത്ത് ഗോൾഡൻ ബോർഡർ ഒക്കെ വരുന്ന നല്ല ഹെവി ആയിട്ട്, കോട്ടൺ ആണെങ്കിൽ കൂടി നമുക്കൊരു നല്ല റിച്ച് ആയിട്ട് വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ആണ്. ഓഫ് വൈറ്റ് കളറിൽ ബ്ലാക്ക് കളറിലെ വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1030 ആണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത്ര ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായ പർച്ചേസ് ചെയ്യാനായി ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്